അസ്സലാമു അലൈക്കും. വളരെയധികം വേദനാജനകമായ ഒരു ദുരന്തമായിരുന്നു അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം. ഇന്ത്യയിലെ ജനങ്ങളെയും ലോകത്തെ മുഴുവനും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്തം കൂടിയായിരുന്നു അത്. ആ വിമാന ദുരന്തത്തിന് ശേഷം അവിടെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിമാന ദുരന്തം ഉണ്ടായതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇപ്പോഴും പലവിധത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിമാന ദുരന്തം നടന്ന ആ ഒരു പ്രദേശത്തു നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വലിയ രീതിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വിമാന ദുരന്തം ഉണ്ടായ പ്രദേശത്തു നിന്നും ആ സ്ഥലത്തു നിന്നും കത്താത്ത ഒരു വിശുദ്ധ ഖുർആൻ കിട്ടി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലെങ്ങും വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ആ വീഡിയോ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. आश्चर्यजनक लगी कि जो अपना पवित्र कुरान है तो इतना बड़ी फायर होने के बाद में हम आग बुझाए तो पवित्र कुरान वैसे के वैसी है, उसको जरा सी भी आग नहीं आई. तो ये बहुत बड़ी बात है, एक इंच भी नहीं जलाए. आश्चर्यजनक लगी कि जो अपना पवित्र कुरान है तो इतना बड़ी फायर होने के बाद में हम आग बुझाए तो पवित्र कुरान वैसे के वैसी है. ഇതാണ് ആ വീഡിയോ. അതിനകത്ത് പറയുന്നുണ്ട്, ഇത്രയധികം ദുരന്തമുണ്ടായിട്ടും ഇത്രയധികം അവിടെ കത്തി നശിച്ചിട്ടും ഖുർആൻ കത്താതെ ഇപ്പോഴും അത്ഭുതമായിരിക്കുന്നു എന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ സ്വാഭാവികമെന്നോണം ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഖുർആൻ ഇങ്ങനെ കത്താതെ, അള്ളാഹുവിൻ്റെ കലാം ഇങ്ങനെ കത്താതെ അതിങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമെന്നോണം അവർ അതിൽ സന്തോഷിക്കുകയും അതിലവർ അത്ഭുതം കണ്ടെത്തുകയും അവർ അതിലൂടെ പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇങ്ങനെ കത്താതെ ഇരിക്കുന്നത് അവരെ സംബന്ധിച്ചത് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം മാനവരാശിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ അള്ളാഹുവിൻ്റെ കലാമായ ആ ഖുർആൻ ഇങ്ങനെ കത്താതെ ഇരിക്കുന്നത് കാണുമ്പോൾ അതിൽ എങ്ങനെയാണ് അത്ഭുതം കണ്ടെത്താതിരിക്കുക? യഥാർത്ഥത്തിൽ അഹമ്മദാബാദിൽ സംഭവിച്ചതല്ല. പലരും തെറ്റിദ്ധരിച്ചത് ഈ വീഡിയോ അഹമ്മദാബാദിൽ ഉണ്ടായ ആ സംഭവത്തിനിടയിൽ നിന്നും കിട്ടിയ ഖുർആൻ എന്നാണ്. എന്നാൽ ഇത് മാസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യമാണ്. സംഭവം യാഥാർത്ഥ്യമാണ്. ഒരു പ്രദേശത്ത് മുഴുവൻ കത്തി നശിച്ചിട്ടും ഖുർആൻ കത്താതെ അതിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം നടന്നത് അഹമ്മദാബാദിലല്ല എന്ന് മാത്രം. നോക്കി, ഈ വീഡിയോ ഞാൻ പരിശോധിച്ചപ്പോൾ ഫേസ്ബുക്കിൽ സാനി സാദ് ബുൻസ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അപ്ലോഡ് ചെയ്തത് ഏകദേശം 13 ആഴ്ചകൾക്ക് മുമ്പാണ്. 13 ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ്. ഇതേ വീഡിയോ തന്നെ അതിനകത്ത് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് ഏകദേശം 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇവിടെ നോക്കിയാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത് ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ്. അതിനാൽ തന്നെ ഇത് അഹമ്മദാബാദിലെ ആ ദുരന്ത സ്ഥലത്ത് നിന്നും കിട്ടിയ ഖുർആൻ അല്ല എന്നുള്ളത് വ്യക്തമാണ്. നോക്കിയപ്പോൾ പഴയ കാലഘട്ടമൊന്നുമല്ല. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും അതിനെ സെർച്ച് ചെയ്യാനുമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു കാലഘട്ടത്താണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ്, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ കലാമിനോടും ദീനുൽ ഇസ്ലാമിനോടുമുള്ള ആ ഒരു സ്നേഹം അതിൻ്റെ പുറത്തായിരിക്കാം നിങ്ങളൊരു പക്ഷേ ഇത് കണ്ട ഉടനെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. നോക്കൂ, ദീനിൻ്റെ പേരിൽ നാം കളവ് പ്രചരിപ്പിക്കരുത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പ്രചരിപ്പിക്കരുത്. ഒന്നുകിൽ ഈ വീഡിയോ ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങൾ തന്നെയായിരിക്കാം. അവർ സ്നേഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള ആ ഒരു സ്നേഹം കാരണത്താൽ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ അവർ ഉണ്ടാക്കിവിടുന്നത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക വിരോധികളും ഇത്തരം കാര്യങ്ങൾ ചെയ്തേക്കാം. മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാൻ, അവഹേളിക്കാനുമുള്ള ഒരവസരമായി കണക്കാക്കി ഇത്തരം വീഡിയോകളൊക്കെ ചില സമയങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചു വിടാറുമുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു വശത്ത് ഭഗവത്ഗീത എന്ന് പറയുന്ന ഹിന്ദുക്കൾ അവർ വളരെയധികം ബഹുമാനത്തോടുകൂടി കാണുന്ന അവരുടെ ഗ്രന്ഥം, മതഗ്രന്ഥം, അത് ഈ അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ നിന്നും കണ്ടെത്തി എന്നുള്ള വാർത്തയും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ ഫേക്ക് അല്ല, സത്യമാക്കപ്പെട്ട സംഭവമാണ്. ആജ് തക് എന്ന് പറയുന്ന ഇന്ത്യയിലൊരു മാധ്യമം ആ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. इस पूरे विमान के हादसे में जहां सब कुछ क्षतिग्रस्त हो गया है, जल गया है, यहाँ पर ये भगवत गीता आपको सही हालत में यहाँ पर आपने अभी यहाँ पे पड़ी थी. यस पैसेंजर का रहा होगा. मे बी हो सकता है, वो तो हम नहीं बता सकते कि किसका रहा. कोई तो रीड करता होगा तभी आई है. ആജ് തക് എന്ന് പറയുന്ന ഒരു വാർത്താ മാധ്യമമാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഇത് അഹമ്മദാബാദിലെ വിമാന ദുരന്തം നടന്ന അതേ സ്ഥലത്ത് നിന്നും ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതെല്ലാം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്,
ഈ ഭഗവത്ഗീത വിമാനത്തിൽ നിന്നും ആരെങ്കിലും കൊണ്ടുവന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും കയ്യിൽ നിന്നും വീണതാണോ, ഇനി അതുമല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ വ്യക്തി പറയുന്നുണ്ട് അറിയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ബാക്കി വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. तो कहने का मतलब यह है कि इतनी गर्मी के अंदर भी मतलब 50,000 से ज्यादा लीटर होगा इसके यहाँ पे. तो ये प्रभु बदा की भी फोटो है अंदर, ये भगवान गॉड की भी फोटो है. सारी की सारी फोटो सेफ रही है. भयंकर हादसा हुआ तो भी ये बुक को कुछ हुआ नहीं. നോക്ക്, ഇത്രയധികം വലിയ ദുരന്തമുണ്ടായിട്ടും മുഴുവനും കത്തി നശിച്ചിട്ടും തങ്ങളുടെ ഗ്രന്ഥമായിട്ടുള്ള മതഗ്രന്ഥമായിട്ടുള്ള തങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുന്ന ഭഗവത്ഗീതയ്ക്ക് യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ കത്തി നശിച്ചിട്ടില്ല എന്ന് ആ ഒരു മാധ്യമ പ്രവർത്തകയും അതോടൊപ്പം അവിടെ നിൽക്കുന്ന വ്യക്തികളുമൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അവർ വലിയ അത്ഭുതത്തോടു കൂടി പറയുകയാണ്. ഒരു മുസ്ലിം മത വിശ്വാസിക്ക് തൻ്റെ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ കത്തി നശിക്കാതെ അത് സംരക്ഷിക്കപ്പെടുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന അത്ഭുതവും സന്തോഷവും അത് തന്നെയാണ് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ മുഖങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് അവരെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് അത്ഭുതം തന്നെയാണ്. നമുക്കറിയാം, എല്ലാ മതഗ്രന്ഥങ്ങളും സ്നേഹവും സമാധാനവും തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യരുടെ നന്മയ്ക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഇത്തരം മതഗ്രന്ഥങ്ങൾ അത് കത്തി നശിക്കാതെ സംരക്ഷിക്കപ്പെടുന്നത് വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒന്നാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ കത്തി നശിക്കാതിരിക്കുമ്പോൾ മാത്രമല്ല അത്ഭുതം, അള്ളാഹുവിൻ്റെ കലാമിനുള്ളത് മുഴുവനും അത്ഭുതം തന്നെയാണ്. നോക്കൂ, എത്രയെത്ര അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഖുർആൻ പഠിപ്പിച്ചു വെച്ചത്. ആ ഖുർആനിലെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയാണ്. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ആ കലാമിൽ നിന്നും വലിയ അത്ഭുതങ്ങളെയാണ് ശാസ്ത്രലോകത്തിന് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തുള്ള സർവ്വ മേഖലകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ജീവികളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും സസ്യലതാദികളെക്കുറിച്ചുമെല്ലാം അതിൻ്റെ കൃത്യമായ അത്ഭുതപ്പെടുത്തുന്ന പഠനങ്ങൾ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ കലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. പിന്നെ അത് കത്തി നശിച്ചിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി കാണേണ്ടതില്ല. ഇനി വിശുദ്ധ ഖുർആൻ തന്നെ കത്തി നശിക്കാതെ അത് ഒരു പോറല പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. Check the Quran. Never burn. Quran's never burn. Phoenix store. Right. Quran's never burn. കണ്ടില്ലേ, ഇത് ഏതൊരു സ്ഥലത്ത് അവിടെ മുഴുവനും കത്തി നശിച്ചിട്ടും ആ ഖുർആൻ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ചിത്രം കൂടി കാണിച്ചു തരാം. ഇതാണ് ആ ചിത്രം. സോഷ്യൽ മീഡിയയിൽ എങ്ങുമൊക്കെ വലിയ രീതിയിൽ വൈറലായ ഒരു ചിത്രമാണിത്. വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ ചില പേജുകളൊക്കെ കത്തിയിട്ടുണ്ട്. പക്ഷെ ആ കത്തി നശിക്കാത്ത ആ ഒരു പേജിൽ കാണുവാൻ സാധിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 211 ആയത്താണ്. ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് ആ ഒരു ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കത്തിയ ഒരു ഖുർആനാണ്. ആ ഖുർആനിലാണ് കത്തി നശിക്കാത്ത ആ ഒരു പേജിൽ ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. നോക്കിയതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വീഡിയോകളും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്ത് അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കിട്ടുമ്പോൾ ദയവ് ചെയ്ത് അതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും.